സോ നമ്മൾ ഫോർത്ത് മോഡ്യൂളിലെ പ്രോബ്ലമാണ്, ലാസ്റ്റ് സെറ്റ് പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അത് 2 സെറ്റ് പ്രോബ്ലം ഉണ്ട്. സോ അതിൽ ഏറ്റവും എളുപ്പമുള്ള ലാസ്റ്റ് സെറ്റ് പ്രോബ്ലമാണ്. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. സോ അത് റെസിപ്രോക്കേറ്റിംഗ് മൊമെൻറ്റിൻ്റെ പ്രോബ്ലമാണ്. ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മൊമെൻറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. റെസിപ്രോക്കേറ്റിംഗ് മൊമെൻറ്റ്സിൻ്റെ ഡയഗ്രാം സിമ്പിളാണ്, ഒരിക്കലും എന്ത് ചോദിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ നോക്കുക, ഒരു ക്രാങ്ക് ഉണ്ട്, ദെൻ കണക്റ്റിംഗ് റോഡ്, ഒരു സിലിണ്ടർ, ദെൻ പിസ്റ്റൺ റോഡ്, പിസ്റ്റൺ, ദെൻ ഇവിടെ ഡെലിവറി പൈപ്പ്, ദെൻ ഇത് സക്ഷൻ പൈപ്പ്. ഇതിൻ്റെ സെൻറ്റർ മുതൽ ഡെലിവറി പൈപ്പിൻ്റെ എൻഡ് വരെ ഉള്ളത് ഡെലിവറി ഹെഡ്, ദെൻ ഇത് സക്ഷൻ ഹെഡ്. അതായത് സമ്പ് മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ, പമ്പിൻ്റെ സെൻറ്റർ വരെ ഉള്ള ദൂരം സക്ഷൻ ഹെഡ്. ഇത്രയേ ഉള്ളൂ. ദെൻ നോക്കിയിരിക്കുക, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് നോക്കി വെച്ചേക്കുക. ഒരിക്കലും എന്തോ ചോദിച്ചിട്ടുണ്ട്, സിമ്പിളാണ്. ദെൻ ഇത് ഡബിൾ ആക്ടിങ്, നേരത്തെ കണ്ടത് സിംഗിൾ ആക്ടിങ് ആയിരുന്നു. ഒരു സൈഡിൽ മാത്രമേ സക്ഷനും ഡിസ്ചാർജും നടക്കുന്നുള്ളൂ, ഇവിടെ 2 സൈഡിലും ഉണ്ടാവും. സോ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഡിസ്ചാർജ്, നേരത്തെ കണ്ട പമ്പിൻ്റെ ഡിസ്ചാർജ് Q ആണെങ്കിൽ ഇതിൻ്റെ ഡിസ്ചാർജ് 2Q വരും, അതായത് 2 ടൈംസ് വരും. ഇവിടെയും കൂടെ ഡിസ്ചാർജ് സക്ഷൻ നടക്കുകയല്ലേ. സോ അഡീഷണൽ ആയിട്ട് ഇതിനൊരു ഡെലിവറി പൈപ്പും ഒരു സക്ഷൻ പൈപ്പും എക്സ്ട്രാ കാണും. പിന്നെ ഇത് ആദ്യത്തെ ഡയഗ്രാം, അതായത് സിംഗിൾ ആക്ടിങ്ങിൻ്റെ ഡയഗ്രാമാണിത്. രണ്ടാമത്തെ ഡയഗ്രാമാണ് ഇത്. 2 എണ്ണം കാണും, 2 സ്ട്രോക്കിലും, അതായത് 0 to 180 ഒരു സ്ഥലത്ത് സക്ഷൻ നടക്കും, അവിടെ തന്നെ അപ്പുറത്ത് ഡെലിവറി നടക്കും. ഓക്കെ, ഇതിലാണെങ്കിൽ സക്ഷൻ സൈഡിൽ ഡിസ്ചാർജ് ഇല്ല, ഡിസ്ചാർജ് 0 ആണ് ഇത്രയും ഭാഗത്ത്, 0 to 180. ഇതിന് അടുത്ത സ്ട്രോക്കിൽ മാത്രമേ 180 to 360 ക്രാങ്ക് കറങ്ങുമ്പോൾ മാത്രമേ ഡെലിവറി ഉള്ളൂ. സോ അതൊക്കെ വിട്ടേക്കാം. ദെൻ ഈ കമ്പാരിസൺ കൂടെ നോക്കുക. കമ്പാരിസൺ ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ജസ്റ്റ് ഞാൻ പ്രോബ്ലം തുടങ്ങാം. ഓക്കെ, പ്രോബ്ലത്തിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറയുന്നത്, നമുക്ക് ഡിസ്ചാർജ് തൊട്ട് തുടങ്ങാം. ഡിസ്ചാർജാണ് ആദ്യത്തെ ഫോർമുല, തിയററ്റിക്കൽ ഡിസ്ചാർജാണ് ആദ്യത്തെ ഫോർമുല. QTH = LAN/60. സോ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഫസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ QTH = LAN/60. സോ എന്താണ് L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സ്റ്റോക്കാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ലെങ്ത് ആണ്. അത് മീറ്ററിലാണ് ചെയ്യേണ്ടത്. അവർ MM തരുന്നത്, നമ്മൾ എന്തിലാക്കണം, മീറ്റർ ആക്കണം. സോ 300 mm എന്നാണ് തന്നിരുന്നത്. എന്ത് ചെയ്യണം, അവർ ക്വസ്റ്റ്യൻ തന്നിരുന്നത് 300/1000, അത്രയും മീറ്ററിലാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഏരിയ ഓഫ് സിലിണ്ടർ, ഇതിൻ്റെ ഏരിയയാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇത് ഡയമീറ്ററേ അവർ തരത്തുള്ളൂ. ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ MM അവർ തരും, നമ്മളതിനെ ഏരിയ ആക്കണം. ഓക്കെ, അപ്പോൾ അതിന് സ്ട്രോക്ക് ബോറെന്ന് തരും, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് തരും. ഡയമീറ്റർ ഓഫ് സിലിണ്ടർ എന്ന് തരും, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ എന്ന് ഏതെങ്കിലും തരും, അതും മീറ്ററിലായിരിക്കണം. സോ സെയിം കൺവേർഷൻ തന്നെ 400 mm എന്ന് തന്നിരുന്നാൽ എന്ത് ചെയ്യുക, 400/1000 ചെയ്യുക, അപ്പോൾ 0.4 മീറ്റർ എന്ന് കിട്ടും. സോ അതാണ് ഇവിടുത്തെ ഡയമീറ്റർ. ദെൻ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ, πr². നമ്മൾ ഈ ഫോർമുല സാധാരണ യൂസ് ചെയ്യാറില്ല, നമ്മൾ പകരം ഡയമീറ്റർ വരുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, π/4 t². സോ ഇത് വിട്ടേക്കുക, ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ഡയമീറ്റർ 0.4 ആണെന്ന് പറഞ്ഞാൽ ഇത് വരും 0.4 × π/4 × 0.4² ആണ് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഏരിയ. ഓക്കെ, അപ്പം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് അവർ ക്വസ്റ്റ്യനിൽ തരുന്നത്. ഒരു പോയിന്റേ തരത്തുള്ളൂ, ബോർ അല്ലെങ്കിൽ ഡയമീറ്റർ തരും. ഓക്കെ, അത് മീറ്ററിൽ തരും. നമ്മൾ അതിനെ ഏരിയയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് എന്തിൽ കിട്ടും, മീറ്റർ സ്ക്വയറിൽ കിട്ടും. സോ ഏരിയ മീറ്റർ സ്ക്വയറിലായിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, N എപ്പോഴും RPM-ലായിരിക്കും. സോ RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് അല്ലേ, അല്ലെങ്കിൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ്. സോ മിനിറ്റിലാണ് ഇവിടെ തരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് അവർ RPS ആണ് തന്നിരുന്നത്, അതായത് റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഈ 60 വേണ്ട. എന്ത് മതി, ഇക്വേഷൻ QTH എന്ന് പറഞ്ഞാൽ, തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ LAN മതി. ഓക്കെ, 60 ഡിവൈഡ് ചെയ്യണ്ട RPS-ലാണെങ്കിൽ. സോ ഇങ്ങനൊരു പോസിബിലിറ്റി റെയറായിട്ടും തരാറുള്ളൂ. ഈ ചാപ്റ്ററിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ബാക്കിയുള്ള കേസിലൊക്കെ ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. സോ ഇവിടെ DME-യിലൊക്കെ മറ്റും അങ്ങനെ വന്നിട്ടുണ്ട്, S5-ലെ DME സബ്ജക്റ്റിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കണമെങ്കിലേ ഉള്ളൂ. സോ അറിഞ്ഞിരിക്കുക എങ്ങനെയാണപ്പോൾ
എൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക്, ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? π/4 d² വരും. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് സിലിണ്ടർ വരും. എൻ എന്ന് പറഞ്ഞാൽ RPM വരും. ക്വസ്റ്റ്യനിലെല്ലാം ഡയറക്റ്റ് തരും. ഇനി ഇവിടെ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. ക്യൂ തിയററ്റിക്കലാണ്. അപ്പോൾ തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമുല പരമായിട്ട് അല്ലെങ്കിൽ ആ സിലിണ്ടറിൻ്റെ വോളിയം പരമായിട്ട് കിട്ടുന്ന ഡിസ്ചാർജാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? m³/s. എത്ര m³ ഒരു സെക്കൻഡിൽ കിട്ടി എന്നാണ് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി ആക്ച്വൽ ഡിസ്ചാർജ് ഒരു സാധനമുണ്ട്. ആക്ച്വൽ ഡിസ്ചാർജ് എന്നൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് നമുക്ക് കിട്ടിയ വെള്ളം. ഓക്കെ, അത് സ്ഥിരമായിട്ടും ക്വസ്റ്റ്യനിലാണ് തരുന്നത്. ക്വസ്റ്റ്യനിൽ തരും. അത് ലിറ്റേഴ്സ്/സെക്കൻഡിലാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. അതായത് 200 ലിറ്റർ/സെക്കൻഡിൽ കിട്ടി എന്ന് പറയും. അപ്പം നമുക്ക് നമ്മൾ സാധാരണ എല്ലാം ലിറ്ററിലൊന്നും ചെയ്യാറില്ല. നമ്മൾ എന്തിലാണ് ചെയ്യുന്നത്? m³/s ചെയ്യുന്നത്. സോ ഇതിനെ എന്ത് ചെയ്താൽ മതി? 200 ലിറ്റർ/സെക്കൻഡ് എന്നുള്ള സാധനത്തിന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m³/s കിട്ടും. സോ 200 എന്ന് തന്നിരുന്ന ആൻസർ എത്ര കിട്ടും? 0.2 m³/s എന്ന് കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ അത്രയും കഴിഞ്ഞു. 2 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ക്യൂ തിയററ്റിക്കലും ക്യൂ ആക്ച്വലും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സ്ലിപ്പിലേക്കാണ്. സ്ലിപ്പ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. മെയിൻ തിയറി ക്വസ്റ്റ്യൻ ആണ്. അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്നും ഞാൻ നോക്കുന്നില്ല, പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പഠിച്ചോളാം. ദെൻ ആദ്യം പറയുന്നത് CD, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഡിസ്ചാർജ് ഇല്ലേ, അതിൻ്റെ റേഷ്യോ ആണ് CD എന്ന് പറഞ്ഞാൽ. ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഓക്കെ, ആക്ച്വൽ ബൈ തിയററ്റിക്കൽ. ദെൻ സ്ലിപ്പിൻ്റെ ഫോർമുല തന്നെയാണ് വരുന്നത്. സ്ലിപ്പിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ QTH മൈനസ് Q ആക്ച്വൽ. ദെൻ പെർസെൻറ്റേജ് സ്ലിപ്പും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഈ കിട്ടിയ ആൻസറിന് QTH കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് × 100 ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് സ്ലിപ്പ് കിട്ടും. ഒന്നുകൂടെ QTH മൈനസ് Q ആക്ച്വൽ ഡിവൈഡഡ് ബൈ QTH ആണ് നമ്മുടെ പെർസെൻറ്റേജ് സ്ലിപ്പ്. ഓക്കെ, × 100 കൂടെ ചെയ്യണം പെർസെൻറ്റേജിലാവണമെങ്കിൽ. ഓക്കെ, അല്ലാതെ വേറൊരു ഫോർമുലകളുണ്ട്. അത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെറിവേഷൻ വഴി വരുന്നതാണ്. 1 - CD × 100 ആണ് വരുന്നത്. ഒന്ന് ഈ ഫോർമുല പഠിച്ചു വയ്ക്കുന്നതായിരിക്കും എളുപ്പം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 2 ഡിസ്ചാർജ് ഞാൻ 2 പറഞ്ഞു. QTHഉം Q ആക്ച്വലും പറഞ്ഞു. ഓക്കെ, ഇത് സിംഗിൾ ആക്ടിങ് പമ്പിനാണെങ്കിലാണ് ഈ ക്യൂ തിയററ്റിക്കലിൻ്റെ ഫോർമുല LAN/60 വരുന്നത്. ഓക്കെ, ഡബിൾ ആക്ടിങ് ഇല്ലേ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, 2 സൈഡും ഡിസ്ചാർജ് നടക്കുന്നത്. സോ ഡബിൾ ആക്ടിങ്ങിൽ QTHൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 × LAN/60. ഇതാണ് ഒരു 2 ടൈംസ് വരണം. കാരണം നമുക്കറിയാം ആ പിസ്റ്റൻ്റെ ഇവിടെയും കയറുന്നുണ്ട് ഇവിടെയും കയറുന്നുണ്ട് ഡിസ്ചാർജ്. സോ ഇവിടെയും 10 ലിറ്റർ വെള്ളം കിട്ടും, ഇവിടെയും 10 ലിറ്റർ വെള്ളം കിട്ടും. അപ്പോൾ 20 ലിറ്റർ ആയില്ലേ. സോ അതാണ് അതിൻ്റെ കണക്ക്. പക്ഷെ ആദ്യത്തേലാണെങ്കിലോ ഇവിടെ മാത്രമേ വെള്ളം വരും. ഇവിടെ മാത്രമേ നമുക്ക് ഒരു സൈഡ് മാത്രമേ ഡിസ്ചാർജും സക്ഷനും നടക്കുന്നുള്ളൂ. അപ്പം LAN/60 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ പവർ റിക്വയർഡ് ആണ്. പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ്. അല്ലെങ്കിൽ അതിനെ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്നും പറയാം. നമുക്കറിയാം ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കാണ് എന്ത് പവർ എന്ന് പറയുന്നത്. സോ അതിനൊരു ഫോർമുലയേ ഉള്ളൂ. ഇതാണ് ആ ഫോർമുല. പവർ റിക്വയർഡ് നോക്കാം. ഇതാണ് ഫോർമുല. W എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ρg ആണ്. ഇതൊന്നും നിങ്ങൾ അറിയണ്ട. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9810 വരും. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ വിത്ത് ഗ്രാവിറ്റി. സോ 9810 കിട്ടും. 1000 × 9.81 ആണ് അതിൻ്റെ വാല്യൂ. സോ ഇത്രയും കിട്ടും, Nm/m³ കിട്ടും. ദെൻ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് എല്ലാം ഓൾമോസ്റ്റ് ഇതിന് കിലോ Nm/m³ എഴുതിയേക്കുന്നത്. അതായത് ഇങ്ങനെ വരും 9810 ഡിവൈഡഡ് ബൈ 1000. ഇത്രയും ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? യൂണിറ്റ് എന്ത് വരും? കിലോ Nm/m³ ആവും. സോ ഇങ്ങനെയാണ് ടെക്സ്റ്റിലെല്ലാം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.810 കിലോ Nm/m³ ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പവർ ഇവിടെ സാധാരണ സ്ഥിതിയിൽ ഇവിടെ പവറിൻ്റെ യൂണിറ്റ് വരുന്നത് വാട്ട്സിലാണ്.
ദെൻ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ 9.81 ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പവറിൻ്റെ യൂണിറ്റ് കിട്ടാൻ പോകുന്നത് കിലോ വാട്ടിലാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ സിസ്റ്റത്തിലാണ്, അതായത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ് നിങ്ങൾ W പവറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് പവറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W ഇൻറ്റു LN/60 ഉണ്ടല്ലോ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് (HS+HD) ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ കിട്ടും? വാട്ട്സിൽ കിട്ടും. ഇവിടെ പവറിൻ്റെ യൂണിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബും, അടുത്തത് കിലോ വാട്ട് കിട്ടണമെങ്കിൽ, പവർ കിലോ വാട്ട് കിട്ടണമെങ്കിൽ 9.810 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ ചെയ്താൽ മതി. ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, അവരുടെ ആൻസർ കിലോ വാട്ടിലാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണോ ചൂസ് ചെയ്യാം. നിങ്ങളിപ്പം തൽക്കാലം 9810 പഠിച്ചാൽ മതി, അല്ലെങ്കിൽ യൂണിറ്റ് തെറ്റിക്കരുത്. ലാസ്റ്റ് കിലോ വാട്ട് കിട്ടുന്നത് കിലോ വാട്ട് തന്നെ എഴുതണം. ഓക്കെ, 9810 ഇട്ടാൽ വാട്ടിൽ കിട്ടും, 9.8 ഇട്ടാൽ കിലോ വാട്ടിൽ പവറിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഓക്കെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. P = W × L × A/60 × HS+HD. സിംഗിൾ ആക്ടിങ്ങിന് 2 വരും, ഡബിൾ ആക്ടിങ്ങിന് W എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ പവർ എന്തിൽ കിട്ടും? വാട്ട്സിൽ കിട്ടും. W 0.9810 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ പവർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ കിലോ വാട്ട്സിലാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് വിട്ടേക്കുക. ഇനി ഞാൻ പറഞ്ഞു ലെങ്ത് പറഞ്ഞു, ഏരിയ പറഞ്ഞു, N പറഞ്ഞു, then HS+HD. HS എന്ന് പറഞ്ഞാൽ സക്ഷൻ ഹെഡാണ്. ദെൻ HD എന്ന് പറഞ്ഞാൽ ഡെലിവറി ഹെഡാണ്. ഓക്കെ, ഇത് രണ്ടും മീറ്ററിലാണ്, രണ്ടും ഡയറക്റ്റ് മീറ്ററിൽ തന്നെയാണ് സാധാരണ വരുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത്, ഈ LAN/60 അല്ലെങ്കിൽ 2LAN/60 എന്ന് പറഞ്ഞാൽ എന്താണ്? LAN/60 അല്ലെങ്കിൽ 2LAN/60 എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞു, അതെന്തായിട്ടാണ്? Q തിയററ്റിക്കൽ തന്നെയാണ് അല്ലേ? ഇത് ഡബിൾ ആക്ടിങ്ങിന്, ഇത് സിംഗിൾ ആക്ടിങ്ങിന് അല്ലേ? അപ്പം ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P = W × Q തിയററ്റിക്കൽ × HS+HD. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ക്വസ്റ്റ്യനിൽ Q തിയററ്റിക്കൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ ഇതിലിങ്ങനെ എഴുതേണ്ട കാര്യമില്ല, W × HS+HD എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഫോർമുല. ദെൻ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ എഫിഷ്യൻസിയുടെ കാര്യം. ഇതിപ്പം തിയററ്റിക്കൽ പവറാണ്. ഞാൻ നേരത്തെ തിയററ്റിക്കൽ ഡിസ്ചാർജും തിയററ്റിക്കൽ പവറും പറഞ്ഞതില്ലേ, അതുപോലെ തിയററ്റിക്കൽ പവറാണിത്. ഇനി ആക്ച്വൽ പവർ, ആക്ച്വലായിട്ട് റിയൽ കേസിൽ നമുക്ക് ചിലവായ പവർ എത്രയാണെന്ന്, അല്ലെങ്കിൽ പവർ റിക്വയർഡ് എത്രയാണെന്നൊക്കെ അവർ ചോദിക്കും. സോ ആ കേസിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ സെയിം ഇക്വേഷൻ അതിൻ്റെ കൂടെ എന്തും കൂടെ ഡിവൈഡ് ചെയ്യണം, ഒരു എഫിഷ്യൻസിയും കൂടെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് ഡബിൾ ആക്ടിങ്ങിനാണെങ്കിലും സിംഗിൾ ആക്ടിങ്ങിനാണെങ്കിലും ഈ എഫിഷ്യൻസി കൂടെ ഡിവൈഡ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 90% എഫിഷ്യൻസി എന്ന് അവർ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെർസെൻറ്റേജിനെ മാറ്റിയിട്ട് /100 ആക്കണം, അതായത് 0.9 വരും. അപ്പം എഫിഷ്യൻസി 0.9 വേണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി Q തിയററ്റിക്കൽ അല്ലാതെ നിങ്ങൾക്ക് LAN/60 വെച്ചിട്ടും ചെയ്യാം. LAN/60 × HS+HD ഇങ്ങനെയും ചെയ്യാം. ദെൻ ഇത് എഫിഷ്യൻസി കൂടെ വരുമ്പോൾ എഫിഷ്യൻസി കൂടെ വരും. ഓക്കെ, ദെൻ ഡബിൾ ആക്ടിങ് ആണെങ്കിൽ ഇവിടെ 2LAN/60 അത് ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കും. അപ്പം ഈ തിയററ്റിക്കൽ മാത്രം എടുത്തിട്ടിട്ട് എഫിഷ്യൻസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഈക്വേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു, ഇതെല്ലാം വായിച്ച് നോക്കുക. HS+HDക്ക് പകരം ടോട്ടൽ സ്റ്റാറ്റിക് ഹെഡ് ചിലപ്പോൾ അവർ തരും. അപ്പം അത് ഒറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെപ്പറേറ്റ് തരുന്നതിന് പകരം ഇത് ഒറ്റ ടേമായിട്ട് തരും, അത് മീറ്ററിൽ തരും. ഇതെല്ലാം പറഞ്ഞു. ഇത് അത് വേണ്ട, അത് കാണാൻ പഠിച്ച് ചെയ്യുക. ഈ വാല്യൂ 9810 അല്ലെങ്കിൽ 0.9 എന്നുള്ള ആ വാല്യൂ കാണാൻ പഠിച്ച് ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു 2LAN/60 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ എഫിഷ്യൻസിയുടെ ആവശ്യം പറഞ്ഞു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഹാസ് എ പ്ലഞ്ചർ ഓഫ് 300 mm ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഞാൻ പറഞ്ഞു 300 mm തന്നിരിക്കുന്നത്. അപ്പോൾ എന്തിലാക്കുക? മീറ്ററിലാക്കുക. അപ്പോൾ എന്ത് വരും? 300/1000 എത്ര വരും? 0.3 വരും. ഓക്കെ, സ്റ്റോക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്.
സ്ട്രോക്ക് ലെങ്ത് ആണ്, സ്ട്രോക്ക് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, സ്ട്രോക്ക് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. മറ്റേത് ബോർ ഡയമീറ്റർ ആണ്. ബോറാണ് ഇവിടെ തരുന്നതെങ്കിൽ 300 ആയിരിക്കും, അത് ബോർന്ന് തന്നെ തരും. അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത്, ഇത് ഇവിടെ സ്ട്രോക്ക് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, അതായത് എല്ലാണ് തരുന്നത്. അപ്പോൾ ഇത്ര വരും, 200 mm തരും. റൺ സെറ്റ് 330 RPM, അത് N തന്നിട്ടുണ്ട്. ദെൻ ഈ 200 എന്താകണം, മീറ്ററിലാക്കണം. അപ്പോൾ 200/100 ആകണം, 1000 ആകണം. അപ്പോൾ ഇത്ര കിട്ടും, 0.2 കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണല്ലോ തന്നെ, അത് പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എത്രയാണ്, 6.5 liters per second. ഒരു സെക്കൻഡിൽ 6.5, അപ്പം 6.5/1000 ചെയ്യണം. അപ്പം എത്രയാണ് ഡിസ്ചാർജ് എന്ന് കിട്ടും. ഇത് എന്ത് ഡിസ്ചാർജ് ആണ് ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ തരുന്ന ഡിസ്ചാർജ് എങ്ങനെ ആയിരിക്കും, ആക്ച്വൽ ഡിസ്ചാർജ് ആയിരിക്കും. ഓക്കെ, പെർ സെക്കൻഡ്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ്, CD ചോദിച്ചിട്ടുണ്ട്, സ്ലിപ്പ് ചോദിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജ് സ്ലിപ്പ് ചോദിച്ചിട്ടുണ്ട്. ദെൻ സെയിം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡയമീറ്റർ ഞാൻ പറഞ്ഞു കൺവേർട്ട് ചെയ്യണം, ലെങ്ത് സ്ട്രോക്ക് ലെങ്ത് L കൺവേർട്ട് ചെയ്യണം, RPM കൺവേർട്ട് ചെയ്യേണ്ട. ദെൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. ദെൻ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടോ, 5/4 d², D ആണ് 0.3. ദെൻ അങ്ങനെ തിയററ്റിക്കൽ ഡിസ്ചാർജ് L/60. ഇവിടെ ഡബിൾ ആക്ടിങ്, ഇവിടെ ക്വസ്റ്റ്യനിൽ സിംഗിൾ ആക്ടിങ്ങിന് വരാൻ ഡബിൾ ആക്ടിങ് ആണ് തന്നിരുന്നെങ്കിൽ ഇവിടെ എന്തോ തന്നെ 2L/60 തന്നെ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടും. ദെൻ CD കണ്ടുപിടിച്ചിട്ടുണ്ട്, ആക്ച്വൽ ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ കണ്ടുപിടിച്ച് തൊട്ട് മുമ്പ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ സ്ലിപ്പ് Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ, അപ്പോൾ ഇത്രയും വരും. അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ കിട്ടും. ദെൻ പെർസെൻറ്റേജ് സ്ലിപ്പിന് യൂണിറ്റ് ഒന്നുമില്ല, പെർസെൻറ്റേജിലാണ്. ഈ QTH മൈനസ് Q ആക്ച്വൽ അത് നമ്മളിവിടെ മുകളിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അതേ ഡിവൈഡ് ബൈ Q തിയററ്റിക്കൽ ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് പെർസെൻറ്റേജ് സ്ലിപ്പ് കിട്ടും. അല്ലെങ്കിൽ താണ്ട് ഈക്വേഷൻ 1 - CD × 100. 1 - CD എത്രയാണ്, ഇതാണ്. അത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും, പെർസെൻറ്റേജ് സ്ലിപ്പ് കിട്ടും. ഓക്കെ, ഒരു ദിവസം കൂടെ നോക്കാം. സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പോൾ സിംഗിൾ ആക്ടിങ് ആണ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. റണ്ണിങ് അറ്റ് 50 RPM, RPM തന്നിട്ടുണ്ട്. ദെൻ സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് ഒരു ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ഡിസ്ചാർജ് ആണ്, ആക്ച്വൽ ഡിസ്ചാർജ് ആണ് തന്നിരിക്കുന്നത്. ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ, ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്, D ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്, 0.2 മീറ്റർ, 0.2 മീറ്റർ ആണ്. ദെൻ സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, 0.3 മീറ്റർ ആണ്. ആണ്, ഞാൻ കൺവേർട്ട് ചെയ്താണ് പറയുന്നത്. സക്ഷൻ ആൻഡ് ഡെലിവറി ഹെഡ് ആണ്, സക്ഷൻ ആൻഡ് ഹെഡ് ഡെലിവറി ഹെഡ്. നേരത്തെ കേസിൽ പവർ ഒന്നും ചോദിച്ചിട്ടില്ല, സോ അതുകൊണ്ട് ഡെലിവറി ഹെഡ് സക്ഷൻ ഹെഡിനെ ആവശ്യമില്ല. ഇവിടെ പവർ വേണ്ടതുകൊണ്ടാണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HS HD തന്നിരിക്കുന്നത്. ദെൻ ഡിറ്റർമിൻ തിയററ്റിക്കൽ ഡിസ്ചാർജ്, തിയററ്റിക്കൽ ഡിസ്ചാർജ് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് ഇക്വേഷൻ, L/60. ദെൻ കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് CD ചോദിച്ചിട്ടുണ്ട്, CD-യുടെ ഇക്വേഷൻ Q തിയററ്റിക്കൽ ബൈ Q ആക്ച്വൽ. ദെൻ സ്ലിപ്പിൻ്റെ ഇക്വേഷൻ, Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ ആണ്. CD-യുടെ ഇക്വേഷൻ, സ്ലിപ്പിൻ്റെ ഇക്വേഷൻ Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ. ദെൻ പെർസെൻറ്റേജ് സ്ലിപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്, 1 - CD × 100. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, പവർ റിക്വയർഡ്. എന്താണ് ഇക്വേഷൻ, നമ്മുടെ W × Q തിയററ്റിക്കൽ × HS + HD. ഓക്കെ, നോക്കാം. N തന്നിട്ടുണ്ട്, Q തിയററ്റിക്കൽ തന്നിട്ടുണ്ട്, Q ആക്ച്വൽ തന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, തരുന്നത് എപ്പോഴും Q ആക്ച്വൽ ആയിരിക്കും. ദെൻ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് തിയററ്റിക്കൽ, തിയറി പരമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആക്ച്വലായിട്ട് കിട്ടിയതും തിയറി പരമായിട്ട് കണ്ടുപിടിക്കുന്നതും. ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാം. സോ ഏരിയ 5/4 d², ഇതാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. D മീറ്ററിൽ തന്നെ ഇടണം, തെറ്റിപ്പോരുത്. ഓക്കെ, HS HD തന്നിട്ടുണ്ട്. ദെൻ Q തിയററ്റിക്കലിൻ്റെ ഫോർമുല L/60. ഓക്കെ, CD ആക്ച്വൽ ബൈ തിയററ്റിക്കൽ തന്നിട്ടുണ്ട്, ചെയ്യാൻ പറ്റും. CD കണ്ടുപിടിക്കുന്നത്. സ്ലിപ്പ് തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയുമ്പം എന്ത് ചെയ്താൽ മതി, ഈ ആൻസർ ഇവിടെ കിട്ടുന്ന ആൻസറിനെ തിയററ്റിക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. നോക്കാം, എന്താ സ്ലിപ്പ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഇതിവിടെ ഡിവിഷൻ വരുന്നതുകൊണ്ട് ആ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കട്ട് ചെയ്ത് പോകും. സോ ഇതിന് യൂണിറ്റ് ഒന്നുമില്ല, ഇതിൻ്റെ പെർസെൻറ്റേജ് തന്നെ എഴുതും. ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ ആൻസറിനെ Q തിയററ്റിക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ഇക്വേഷൻ, 1 - CD × 100 ചെയ്താൽ മതി. ഇതാണ് സിമ്പിൾ. CD ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, CD നമ്മൾ ഈ കേസിൽ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. തിയററ്റിക്കൽ പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ സിംഗിൾ ആക്ടിംഗ് പമ്പ്, W × L/60 ഇത്. നമുക്കിത് വേണ്ട, നമുക്ക് L/60 നമ്മളിവിടെ ചെയ്തതാണ്. L/60 നമ്മളിവിടെ ചെയ്തതാണ്, അതാണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ വേണ്ട, നമുക്ക് ഈ ഇക്വേഷൻ മതി. ഈ ഇക്വേഷൻ മതി, W × Q × HS + HD. നോക്കി, W ഇവിടെ എന്തിലാണ് തന്നിരിക്കുന്നത്, 9.81 അവർ ചെയ്തിരിക്കുന്നത്. സോ ആൻസർ എന്തിൽ കിട്ടും, കിലോ വാട്ട് കിട്ടും. നിങ്ങൾ W 9810 ചെയ്താൽ മതി. അപ്പം ആൻസർ എന്തിൽ കിട്ടും, കിലോ വാട്ടിലല്ലാതെ വാട്ടിൽ കിട്ടും. ഓക്കെ, ഇവിടെ 9.81 ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം. സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് എത്ര ഉണ്ട് സ്പീഡ്,
60 RPM ആണ് സ്പീഡ്. പ്ലഞ്ചറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.2 ആണ് തന്നിട്ടുണ്ട്. ദെൻ സ്ട്രോക്ക് 0.2 മീറ്റർ ആണ്. 0.3 ആണ് എൻ്റെ സ്ട്രോക്ക് ലെങ്ത്. L 0.3 മീറ്റർ ആണ്. ദെൻ 5 മീറ്റർ HS പ്ലസ് HD തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ആക്ച്വൽ പവർ. ആക്ച്വൽ പവർ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു എഫിഷ്യൻസി ഉണ്ടാവും. എഫിഷ്യൻസി ഉണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യും. 78% ആണ് ഇവിടുത്തെ എഫിഷ്യൻസി. സോ 0.7 വരും ഇവിടുത്തെ എഫിഷ്യൻസി. സോ എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. തിയററ്റിക്കൽ LAN/60 ചെയ്തിട്ടുണ്ട്. LAN/60 എത്രയും കിട്ടും, m3/s കിട്ടും. ദെൻ കണ്ടോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, 9.8 ആണ് ഇട്ട് ചെയ്തേക്കുന്നത്. സോ ആൻസർ എന്തിൽ കിട്ടും, കിലോ വാട്ടിൽ കിട്ടും. 9810 ഇട്ടാൽ ആൻസർ എന്തിൽ കിട്ടും, വാട്ടിൽ കിട്ടും. ദെൻ ഈ ക്വസ്റ്റ്യനിൽ കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവർ ഡബിൾ ആക്ടിങ്ങിൻ്റെയാണ് പറഞ്ഞേക്കുന്നത്, എന്നിട്ട് കണ്ടുപിടിച്ചേക്കുന്നത് സിംഗിൾ ആക്ടിങ്ങിൻ്റെയാണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത് എന്ന് തോന്നുന്നു. അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മിസ്റ്റേക്ക്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത, ഡബിൾ ആക്ടിങ് ആണ്. ഡബിൾ ആക്ടിങ് റിസിപ്റ്റ് ചെയ്യുന്ന മുമ്പാണ് അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് എത്രയാണ്, 0.3 മീറ്റർ ആണ് അതിൻ്റെ സ്ട്രോക്ക്. പിസ്റ്റൺ ഡയമീറ്റർ D എത്രയാണ്, 0.15 ആണ്. HS HD തന്നിട്ടുണ്ട്. പമ്പ് RPM തന്നിട്ടുണ്ട് 60 RPM. ഫൈൻഡ് ദ ആക്ച്വൽ ആൻഡ് തിയററ്റിക്കൽ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്. അപ്പോൾ ആക്ച്വലും തിയററ്റിക്കലും കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഡിവൈഡ് ചെയ്യുന്നതും ചെയ്യാത്തതും കണ്ടുപിടിക്കണം. എഫിഷ്യൻസി തന്നിട്ടുണ്ട് 0.8 ആണ് എഫിഷ്യൻസി. ഓക്കെ, L 300 0.3 ആക്കി, ഡയമീറ്റർ ആക്കി. ദെൻ HS HS തന്നിട്ടുണ്ട്, RPM തന്നിട്ടുണ്ട്. എഫിഷ്യൻസി എത്രയാണ്, 0.8 ആണ്. ഓക്കെ, പിന്നെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഡയമീറ്ററിൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് 5/4 ഇൻറ്റു ചെയ്താൽ മതി, ഏരിയ കിട്ടും. മീറ്റർ സ്ക്വയർ കിട്ടും. എല്ലാം SI യൂണിറ്റിലാണ്. തിയററ്റിക്കൽ പവർ ഞാൻ പറഞ്ഞു. ഡബിൾ ആക്ടിങ്ങിന് വരുമ്പോൾ ഇവിടെ എന്ത് വരും, 2 വരും. 2 × LAN/60. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും കിട്ടി. ഇനി പവറിൽ ഇതെടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ ഇതിൽ Q എടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ 2 ഇടാൻ നോക്കണ്ട. ഇവിടെ നമ്മൾ Q ഓൾറെഡി 2 ഇട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ 9.81 ആണ് ഇവിടെ ചെയ്യുന്നത്. 9.81 തന്നെയാണ്. സോ ആൻസർ എന്തിൽ കിട്ടും, കിലോ വാട്ടിൽ കിട്ടും. 9810 ആണെങ്കിൽ ആൻസർ എന്ത് കിട്ടും, വാട്ടിൽ കിട്ടും. സോ ഇത് തിയററ്റിക്കൽ പവറാണ്. ഇനി ആക്ച്വൽ പവർ കണ്ടുപിടിക്കാൻ ഇതിന് എന്ത് ചെയ്താൽ മതി, എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എല്ലാം സെയിം ആണ്, വാല്യൂസ് എല്ലാം സെയിം ആണ്. സോ ഈ ആൻസറിനെ ഡിവൈഡ് ബൈ 0.8 ചെയ്താൽ മതി. സോ ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടിയ വാല്യൂ കിട്ടും. കാരണം 0.8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നിനേക്കാളും കുറഞ്ഞൊരു നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുമ്പം ആൻസർ എന്താവും, കൂടി കിട്ടും. ദെൻ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഡബിൾ ആക്ടിങ് പമ്പ് റണ്ണിങ് അറ്റ് RPM തന്നിട്ടുണ്ട്. ഡിസ്ചാർജിങ് 1800 ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അതായത് 1800 ലിറ്റർ പെർ മിനിറ്റിലാണ് തന്നേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട എല്ലാം ലിറ്റർ പെർ സെക്കൻഡിലാണ്. ലിറ്റർ പെർ സെക്കൻഡിലായിരുന്നെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതിയായിരുന്നു, 1000 കൊണ്ട് ചുമ്മാ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ എന്തിൽ കിട്ടും, m3/s കിട്ടും. സോ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ലിറ്റർ പെർ മിനിറ്റിലാണ്. ഒരു മിനിറ്റിൽ ഇത്രയെന്നാണ് തന്നേക്കുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മിനിറ്റിൽ 1800 ആണെങ്കിൽ ഒരു സെക്കൻഡിലാവുമ്പം അത് കുറയോ കൂടുമോ, ആ വാല്യൂ കുറയോ കൂടുമോ, ആലോചിച്ച് നോക്കിയേ. അപ്പോൾ തീർച്ചയായും ആ വാല്യൂ എന്ത് ചെയ്യും, കുറയും. അതായത് ഒരു മിനിറ്റിൽ 1800, അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ അത്രയും വരത്തില്ലല്ലോ. ഒരു സെക്കൻഡിൽ 10 ലിറ്റർ കിട്ടിയെങ്കിൽ ഒരു മിനിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, 10 × 60 ആവും അല്ലേ. അപ്പോൾ ആ വാല്യൂ കൂടും ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു മിനിറ്റിലാണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് എന്താക്കണം, ലിറ്റർ പെർ സെക്കൻഡിലാണ് ആക്കേണ്ടത്. സോ ആ വാല്യൂവിനെ എന്ത് ചെയ്യുക, 60 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തിൽ കിട്ടും, നമുക്ക് ലിറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലിറ്റർ പെർ സെക്കൻഡിന് എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തിൽ കിട്ടും, m3/s കിട്ടും. സോ അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നില്ല പ്രശ്നം. ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ അതേപോലത്തെയാണ് ഇതിലെ പ്രോബ്ലംസ്. ഈ പ്രോബ്ലത്തിൽ ഡബിൾ ആക്ടിങ് ആണ്, അതെല്ലാം തന്നിട്ടുണ്ട്. ഡബിൾ ആക്ടിങ് ആണ്. അപ്പോൾ 2LAN/60 വരും. എല്ലാം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. CD ഉൾപ്പെടെ എല്ലാം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. തിയററ്റിക്കൽ പവറും ആക്ച്വൽ പവറും ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം സിമിലർ പ്രോബ്ലംസ് ആണ്. സോ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് ഒരു 8 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. നിങ്ങൾ ഷുവറായിട്ട് ചെയ്ത് നോക്കണം, പഠിച്ചു നോക്കണം. ഒരു 8 മാർക്ക് കിട്ടും. അപ്പോൾ 30 മാർക്കല്ലേ ഇപ്പോൾ ചെയ്യാൻ. 30-ൽ ഒരു 8 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ, യൂണിറ്റ് ഉൾപ്പെടെ തെറ്റാതെ എഴുതണം, എങ്കിലേ ആ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ.